ഹലോ അങ്ങനെ മഴത്തോരു മുമ്പേ പുതിയ പ്രൊമോയിൽ ഭയങ്കര സംഭവ ബഹുലമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ. ആദ്യം തന്നെ നമ്മുടെ വൈജയന്തി ബബിതയോട് പറയുന്നുണ്ട് അവളുള്ളിടത്തോളം കാലം ഞാൻ ആ വീട്ടിൽ കയറത്തില്ല എന്ന്. അത് തന്നെ നമ്മുടെ ബബിത വന്ന് കൃഷ്ണമോളോട് പറയുന്നുണ്ട്. അപ്പൊ കൃഷ്ണമോളോട് പറയുന്നത് നമ്മുടെ അലീന കേൾക്കുന്നുണ്ട്. അപ്പൊ അലീന നമ്മുടെ കൃഷ്ണമോളോട് പറയുന്നുണ്ട്, മാഡം തിരികെ വരുമ്പോൾ വേറെ വാടക വീടെടുത്ത് താമസിക്കാനാണെങ്കിൽ ഞാൻ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ പിന്നെ അധികം ഉണ്ടാവില്ല എന്ന് നമ്മുടെ കൃഷ്ണമോളോട് പറയുകയാണ്. അപ്പൊ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാട്ടോ നമ്മുടെ കൃഷ്ണമോള്. അപ്പുറത്ത് നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ ഡിവൈഎസ്പിയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ശേഷം ഡിവൈഎസ്പി നമ്മുടെ വക്കീലിനെയും നമ്മുടെ ശരണ്യയുടെ കുടുംബാംഗങ്ങളെ ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നുണ്ട്, തെറ്റ് ചെയ്യാത്തൊരു പ്രതിയെ ശിക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് എന്ത് ഇത്ര വാശി? അവനെ വെറുതെ വിട്ടാ പോരെ? എന്തായാലും എന്താ പറയാ, അതിജീവിതയുടെ മൊഴിയാണ് ഏറ്റവും പ്രധാനം എന്ന് നമ്മുടെ ഡിവൈഎസ്പി പറയുന്നുണ്ടേ. പിന്നീട് നമ്മുടെ ശരണ്യരുടെ അടുത്ത് വന്ന് കുറെ പാർട്ടിക്കാരും നമ്മുടെ വക്കീലൊക്കെ വന്ന് വീണ്ടും പറയുന്നുണ്ട്, മോളെ മോളുടെ കയ്യിലാണ് എല്ലാം, ഒരിക്കലും മൊഴി മാറ്റി പറയരുതേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ലാസ്റ്റ് നമ്മുടെ ശരണ്യ എന്ത് ചെയ്യണോന്ന് അറിയാതെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ കരയുന്ന ഒരു രംഗങ്ങളും നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ രാഹുല് തിരികെ സ്വന്തം വീട്ടില് കാറിൽ വന്നിറങ്ങുന്ന ഒരു രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരണ്യ അവിടെ മൊഴി മാറ്റി പറഞ്ഞു, രാഹുൽ തന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതിൽ പ്രതിയായിട്ട് നമ്മുടെ രാഹുല് ജാമ്യം കിട്ടി പുറത്തു വരികയാണ്. ഇനി എന്തായിരിക്കും നമ്മുടെ രാഹുലിന് ആരോടൊക്കെ ആയിരിക്കും തീർത്താൽ തീരാത്ത പക, അല്ലെ? കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.